ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ നാസ്ത കാണാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നാസ്ത. തേങ്ങാപ്പാലിൽ റൈസ് ബോൾസ് എന്നാൽ അരിപ്പൊടി തിളച്ച വെള്ളത്തിൽ കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടയാക്കി, മണിപ്പുട്ടല്ലേ അതിൻ്റെ പോലെ ചെറിയ ഉണ്ടയാക്കി. എന്നിട്ട് ആ ഉണ്ട തേങ്ങാപ്പാൽ തിളക്കുന്നതിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് കൂടെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചാൽ തേങ്ങാപ്പാൽ, എന്നാൽ ഇതിന് പറയുന്നറിയാം, തേങ്ങാപ്പാൽ ഉണ്ടാന്ന് പറയുക, കൊഴുക്കട്ട എന്നൊക്കെ പറയും, പല പേരുകളിൽ അറിയപ്പെടും. ഞാൻ തേങ്ങാപ്പാൽ, പ്യുവർ തേങ്ങാപ്പാൽ, നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ആർമാദമെന്ന് പറയാം. തേങ്ങ കൊണ്ടുവന്നതിൻ്റെ ആർമാദം എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മൾ ആർമാദം എന്ന് പറയാം. തേങ്ങാപ്പാലിൽ എന്തോ ടേസ്റ്റായിരിക്കും എന്നറിയാം. ഇത് സൂപ്പർ ടേസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സൂപ്പർ ഡ്യൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി. ഇത് ആര റെസിപ്പിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് എവിടുന്ന് പഠിച്ചെന്ന് പറഞ്ഞു തരട്ടെ, ആര റെസിപ്പിയെന്ന് പറഞ്ഞു തരട്ടെ. ഇത് വത്സലേച്ചിൻ്റെ റെസിപ്പിയാണ്. വത്സലേച്ചി എന്ന് പറഞ്ഞാൽ നമ്മളെ അയൽവക്കത്തെ ഏച്ചിയാണ്. വത്സലേച്ചിൻ്റെ റെസിപ്പി ഞാൻ ആദ്യമായിട്ട് കൊഴുക്കട്ട കഴിക്കുന്നത് വത്സലേച്ചിൽ എടുക്കുന്നതാണ്. ഇങ്ങനെ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നത്. വത്സലേച്ചിക്ക് അധികം തെങ്ങും തേങ്ങയൊന്നും ഇല്ലെങ്കിലും വത്സലേച്ചി നല്ല സൂപ്പർ തേങ്ങാപ്പാലിൽ കൊഴുക്കട്ട ഉണ്ടാക്കും. ഉണ്ടാക്കുന്ന മാത്രമല്ല, ഞാൻ പോയാൽ എനിക്ക് വേണ്ടി നിന്നാനും തരും. വത്സലേച്ചി ഓർമ്മയില്ലാവും പണ്ട് കൊഴുക്കട്ട ഇരുന്നത്. ആ ഒരു ഓർമ്മ വെച്ചുണ്ടാക്കി. എനിക്കിൻ്റെ റെസിപ്പി ഒന്നും അറിയില്ല. കഴിച്ചതിൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കും. നിങ്ങളങ്ങനെ ഉണ്ടാക്കണ്ട. എന്ത് ഭക്ഷണവും കഴിച്ചത് ഓർമ്മിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ എൻ്റെ നാവിലുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഒന്നിൻ്റെ ഉപ്പ് നോക്കട്ടെ. കറക്റ്റാണ്. ഇതിങ്ങനെ കഴിക്കേണ്ടതെന്നറിയാം, ഇളം ചൂടിൽ ഇങ്ങനെ കോരി കഴിക്കണം. ഇങ്ങനെ വേണ്ട, ഇതേപോലെ കോരി കഴിക്കണം. രാവിലെ തന്നെ നല്ല തേങ്ങാപ്പാൽ, അരി, നെയ്യിലെ വെളിച്ചെണ്ണ ടേസ്റ്റിലേക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. നല്ല പ്യുവർ പശുവിൻ നെയ്യായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കറണ്ടും പോയാ, പക്ഷെ എൻ്റെ ഇത് പരിപാടി തീർന്നതാണ്. കറണ്ട് പോയാലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാനിത് മുന്നേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി നമ്മൾ തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി കുഴക്കുക, ചോട്ട ബോളാക്കുക, തേങ്ങ മിക്സിയിലടിച്ചിട്ട് ആദ്യം നമ്മൾ ആദ്യത്തെ അടിച്ച പാൽ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട്, അപ്പോൾ വെള്ളവും പാലും കൂടിയല്ലേ ഉണ്ടാവുക. ആദ്യം പ്യുവർ പാൽ ഒഴിച്ച് പിന്നെ അതിൽ തേങ്ങാപ്പാലും വെള്ളവും പിരി എല്ലാം കൂടി ഒഴിച്ചിട്ടാണിത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വെള്ളവും പരുവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളല്ലാണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അരിപ്പൊടി ആയത് കാരണം പാത്രത്തിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, നേരെ കരിയാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഒരു നേക്കുണ്ട്. നേക്ക് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ആ ഒരു നേക്കിൽ ചെയ്തെടുക്കണം. അതാണ് റെസിപ്പിയൊന്നുമില്ല. തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ച് ചെറിയ ഉണ്ടയാക്കി തേങ്ങാപ്പാൽ തിളക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കും. അത്രയാണ് സിമ്പിളായിട്ട് പറഞ്ഞാലുള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് റെസിപ്പി എല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് തന്നെ കിടപ്പുണ്ട് വിശദമായിട്ട്. അത് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.